ഡ്രോപ്പ് ഷിപ്പിംഗ് വഴി ലാസ്റ്റ് 20 ഡേയ്സിൽ ഓൾമോസ്റ്റ് 2 lakh റവന്യൂ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ബട്ട് ഇൻ റിയാലിറ്റി ഐ ലോസ്റ്റ് ഓൾമോസ്റ്റ് 6,000 റുപ്പീസ്. ഡ്രോപ്പ് ഷിപ്പിംഗ് ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളവരോ അതല്ല തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണുക. എനിക്കറിയാം ഡ്രോപ്പ് ഷിപ്പിംഗ് ഒരു ഈസി മണി മേക്കിംഗ് ഷോർട്ട് കട്ട് ആണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പല ഇൻഫ്ലുവൻസേഴ്സും അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ മുഴുവൻ കാണുന്നതിലൂടെ ആ ഒരു തെറ്റിദ്ധാരണ മുഴുവനായി നിങ്ങൾക്ക് മാറുന്നതായിരിക്കും. ഓൾസോ ഡ്രോപ്പ് ഷിപ്പിംഗിന്റെ ആരും പറയാത്ത ഒരു ഡാർക്ക് നെഗറ്റീവ് സൈഡ് ഓൾസോ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്, എൻ്റെ വെബ്സൈറ്റ് എന്താണ്, ഞാൻ പ്രൊഡക്റ്റ് പേജ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു, ഓൾസോ റീഫണ്ട്, ആഡ്സ്, ആഡ് അക്കൗണ്ട്, അതുപോലെ തന്നെ എനിക്ക് നെറ്റ് എമൗണ്ട് ഇത്രയും ലോസിലോട്ട് 2 lakhന്റെ ഒരു റവന്യൂ ക്രിയേറ്റ് ചെയ്തിട്ടും ഇത്രയും ലോസിലോട്ട് കൊണ്ടുവരാനുണ്ടായിരുന്ന റീസൺ എന്താണ്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. മെയിൻലി 3 പ്രൊഡക്റ്റുകളായിരുന്നു നമ്മൾ ഈ ഒരു 2 lakh റവന്യൂ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ പ്രൊഡക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടാവും ഈ ഒരു പ്രൊഡക്റ്റിന്റെ. അതായത് നമ്മൾ വെജീസും കാര്യങ്ങളും ഇതിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പ്രൊഡക്റ്റ് അരിഞ്ഞ് ഈ പറഞ്ഞ എന്താണ് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ എളുപ്പമാക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ബട്ട് ഇതിന്റെ യൂസ് കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർത്തിച്ചല്ല. കാര്യം സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം. ഇത് റൊപ്പോസോ ക്ലൗഡിൽ നിന്ന് എത്രക്ക് കിട്ടുന്നു, ഞാൻ എത്രക്ക് വിറ്റു എന്നുള്ളതൊക്കെ ഇതിന്റെ ഒരു ക്ലിയർ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബട്ട് നമ്മൾ പേഴ്സണൽ ഈ പറഞ്ഞ ഒരു ക്വാളിറ്റി ചെക്കിന് വേണ്ടി ബൈ ചെയ്തപ്പോഴേക്കും ഒരു വർത്തിച്ചായിട്ട് തോന്നിയിട്ടില്ല. ഓൾസോ സെക്കൻഡ് പ്രൊഡക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. കുട്ടികളുടെ ഒരു ഡ്രോയിങ് സ്കിൽസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. അതായത് ഈ ഒരു സ്റ്റാൻഡിന്റെ മുകളിൽ ഇതിങ്ങനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രോ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ ഇതും നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർത്തിറ്റാണെന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലായിരുന്നു. അതായത് കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റും എക്സ്പെക്ടേഷനും റിയാലിറ്റിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഈ 2 പ്രൊഡക്റ്റിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് റിസീവ് ആയതിനു ശേഷം ഞാൻ അതങ്ങ് സ്കെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സ്റ്റോപ്പ് ചെയ്തു. അതായത് ആദ്യം ഈ പറഞ്ഞ കിച്ചൺ ടൂൾ ആയിരുന്നു ടെസ്റ്റ് ചെയ്തത്. കിച്ചൺ ടൂൾ കയ്യിൽ കിട്ടാൻ ഓൾമോസ്റ്റ് ഒരു 7 days സംതിങ് എടുത്തായിരുന്നു. ആ ഒരു ടൈം പീരീഡിൽ മാത്രമാണ് ആ ഒരു ആഡ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്തായാലും വെബ്സൈറ്റിലോട്ട് കിടക്കാം. സോ നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റിന്റെ ആ ഒരു കിച്ചൺ ടൂളിന്റെ പ്രൊഡക്റ്റ് പേജ് ഇതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പേജ് ആണ്. ഓൾസോ നമ്മളിത് മാക്സിമം ഡെസ്ക്ടോപ്പിൽ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം നമ്മുടെ മാക്സിമം പർച്ചേസും കാര്യങ്ങളൊക്കെ മൊബൈൽ ത്രൂ ആയിരിക്കും വരിക, നമ്മൾ ആഡ്സ് റൺ ചെയ്യുമ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റ ത്രൂ. സോ ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഒരു മൊബൈൽ വ്യൂ ഓൾസോ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം 3 പ്രൊഡക്റ്റിൻ്റെയും. ഓൾസോ നിങ്ങൾക്ക് കാണാൻ പറ്റും സിമ്പിൾ നെയിം, അതുപോലെ തന്നെ ഒരു ചെറിയൊരു റിവ്യൂ സെഷൻ, ട്രസ്റ്റ് ബാഡ്ജസ്, കമ്പാരിസൺ പ്രൈസ്. ഇതാണ് എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് നമ്മൾ ഫസ്റ്റ് പേജിൽ തന്നെ കൊടുക്കേണ്ടത്. ബാക്കി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാഷ് ഓൺ ഡെലിവറിയുടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എസ്റ്റിമേറ്റ് ഡെലിവറി ഡേയ്സ് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തായിരുന്നു. താഴെ ഈ പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ സെഷൻസ് കാര്യങ്ങൾ, പിന്നെ ഒരു ജിഫ് കാര്യങ്ങൾ ആഡ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പേജ് ആയിരുന്നു. നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. റിവ്യൂസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തതാണ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്തതാണ് ആമസോണിൽ നിന്നും. ഓൾസോ ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ പേജ്. ഇനി സെക്കൻഡ് പ്രൊഡക്റ്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റിൻ്റെ പേജ് വന്നിട്ടുള്ളത്. ഇവിടെ കാണാൻ പറ്റും ഓൾമോസ്റ്റ് സെയിം ഒരു സെറ്റപ്പാണ്. ഇതിൽ ചെറിയൊരു വ്യത്യാസം വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് പ്രൊഡക്റ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരു പിക്ചർ ബേസിസിലുള്ള റിവ്യൂ സെഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ആ ഒരു സംഭവം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾസോ താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 1-2 എക്സ്ട്രാ സെഷൻസ് കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് റിസൾട്ട് യു ക്യാൻ എക്സ്പെക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയാസും, അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ സെഷനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൺവേർഷൻസ് കൂട്ടാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾസോ താഴോട്ട് റിയൽ പീപ്പിൾ റിയൽ റിസൾട്ട് എന്നുള്ളൊരു ഏരിയാസ്. ബാക്കിയെല്ലാം നോർമലായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് പേജ് ആയിരുന്നു. മൂന്നാമത്തെ പ്രൊഡക്റ്റിലോട്ട് വരുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ടോട്ടലി ഞാൻ നല്ല ഹൈ പ്രൈസിലായിരുന്നു വിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് പ്രീമിയം കസ്റ്റമേഴ്സിനായിരുന്നു ഞാൻ ടാർഗറ്റ് ചെയ്തത്. നമ്മളെപ്പോഴും ഒരു പ്രൊഡക്റ്റിനെ ബ്രാൻഡ് ചെയ്യുമ്പോൾ പ്രീമിയം കസ്റ്റമേഴ്സിലോട്ട് നമ്മൾ പോകുമ്പോഴേക്കും അതിനൊക്കെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺവേർഷൻസ് കൂട്ടാൻ പറ്റുന്ന സംഭവങ്ങളൂടെ നമ്മൾ വെബ് പേജിൽ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് പേജിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മേക്ക് ചെയ്യേണ്ടതുണ്ട്. സോ ഇവിടെ കാണാൻ പറ്റും 257 റിവ്യൂസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ട് ചെയ്തായിരുന്നു. ഓൾസോ ഇവിടെ ഒരു
ഫിയറിന്റെ ഒരു സെഷൻ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റോക്ക് ഇത്ര അവൈലബിൾ ഇല്ലു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ പ്രീവിയസ്ലി 2 പ്രൊഡക്റ്റ് പേജിലും സെയിൽ എന്നുള്ളതായിരുന്നു. ഇവിടെ ഒരു ബെനിഫിറ്റ് സെഷൻസ് കണക്ക് ആ ഒരു ടെക്സ്റ്റിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സേവ് 46% എന്നുള്ള റേഞ്ചിൽ അത് കൊടുത്തിട്ടുണ്ട്. ഓൾസോ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചേഞ്ചസ് കാര്യങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് പേജിൽ ഞാൻ ചെയ്തത് കാണാൻ പറ്റും. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ ഒരു റിയൽ പേഴ്സന്റെ ഒരു വീഡിയോ ഞാൻ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് പേജിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഡൗൺലോഡ് ചെയ്ത് ഇതിൽ അറ്റാച്ച് ചെയ്തതാണ്. സോ ഇവിടെ റിസൾട്ട് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ റിസൾട്ട് മന്ത് ബേസിസിലുള്ള ഒരു റിസൾട്ട് കാര്യങ്ങൾ നമ്മളിവിടെ ഷോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ പ്രോബ്ലംസിന് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കമ്പാരിസൺസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ വീക്കിലും നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടിന്റെ ഒരു ചാർട്ട് കണക്ക് ഒരു സംഭവം ഒരു സെഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ ബ്രാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾസോ എക്സ്പേർട്ട് എന്ത് പറയുന്നു, ബാക്കി നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റും ബാക്കിയുള്ള വെബ് പേജിലും ബാക്കിയുള്ള ഇകോം സൈറ്റിലൊക്കെ കിട്ടുന്ന പ്രൊഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതുപോലെ തന്നെ ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ, അങ്ങനെ തുടങ്ങി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പേജ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് അത്യാവശ്യം ഹ്യൂജ് ആണ്. ഇനി ഈ പ്രൊഡക്റ്റുകളൊക്കെ എനിക്ക് എന്ത് റേറ്റിനാണ് കിട്ടിയത്, ഞാൻ എത്ര പ്രൈസിനാണ് വിറ്റത് എന്നുള്ളത് നമ്മുടെ സെല്ലർ ഡാഷ്ബോർഡിൽ പോവാം. റൊപ്പോസോ ക്ലൗഡ് ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു സ്കിൻ കെയർ ടൂള് 588 രൂപയാണ് നമുക്ക് റൊപ്പോസോ ക്ലൗഡിൽ നിന്നും കിട്ടുന്ന പ്രൈസ്. ഒരു 2149 രൂപക്കാണ് ഞാൻ വിറ്റിട്ടുണ്ടായിരുന്നത്. സോ മാർജിൻ ഓൾമോസ്റ്റ് ഒരു 1500-1600 റേഞ്ചിന്റെ അടുത്ത് എന്ത് വരുന്നുണ്ട്, മാർജിൻ വരുന്നുണ്ട് ആ ഒരൊറ്റ പ്രൊഡക്റ്റിന്റെ മുകളിൽ. ഓൾസോ നമ്മൾ അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 3D LED റൈറ്റിംഗ് ബോർഡായിരുന്നു. അതും 546 രൂപയായിരുന്നു നമ്മുടെ സെല്ലർ നമുക്ക് വരുന്ന പ്രൈസ്. റൊപ്പോസോ ക്ലൗഡിൽ നമ്മൾ വിറ്റേക്കുന്നത് 1249-നാണ്. ഓൾമോസ്റ്റ് ഒരു 703 രൂപയുടെ മാർജിനാണ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, പ്രൊഡക്റ്റ് പേജിൽ ഓൾസോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 1199. പ്രീവിയസ്ലി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൈസ് ചെറുതായിട്ടൊന്ന് എഡിറ്റ് ചെയ്തായിരുന്നു. സോ നിങ്ങൾക്ക് ആ ഒരു മാർജിൻ എത്രയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾസോ ഫസ്റ്റ് പ്രൊഡക്റ്റ് 899 ഞാൻ വിറ്റിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രൊഡക്റ്റിന്റെ റൊപ്പോസോ ക്ലൗഡ് തന്നേക്കുന്ന പ്രൈസ് ഓൾസോ 506 രൂപയാണ്. ഓൾമോസ്റ്റ് ഒരു 393 രൂപയുടെ മാർജിനാണ് ആ ഒരു പ്രൊഡക്റ്റിന് കിട്ടിയിട്ടുള്ളത്. സോ ഏതൊക്കെ പ്രൊഡക്റ്റ് എത്രയൊക്കെ സെയിൽസ് വന്നു, ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് വന്നിട്ടുള്ളത്, ഏതൊക്കെ പ്രൊഡക്റ്റുകൾക്ക് പൊട്ടൻഷ്യൽ നിലവിലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, മെറ്റാ ബിസിനസ് ആഡ് അക്കൗണ്ട് കാര്യങ്ങൾ നോക്കി നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ മെറ്റാ ബിസിനസ് മാനേജറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മാക്സിമം ഇടാം. മാക്സിമം ഇട്ട് കഴിഞ്ഞാൽ മാത്രം നമുക്ക് എത്രത്തോളം മാക്സിമം സ്പെൻഡായി എന്നാണ് ഈ പറഞ്ഞ ആഡ് അക്കൗണ്ട് കാര്യങ്ങൾ റൺ ചെയ്ത് തുടങ്ങിയതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. 25th ജൂലൈ ആണ്, ഇന്ന് 25th ഓഗസ്റ്റ് ആണ്. ഓൾമോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മന്ത് കംപ്ലീറ്റ് ആയി. ബട്ട് ഇതിൽ ലാസ്റ്റ് 2 വീക്സ് ആഡ്സോ കാര്യങ്ങളൊന്നും റൺ ചെയ്തില്ല. ജസ്റ്റ് ഒരു ഐ തിങ്ക് ഒരു 15-20 ഡേയ്സിന്റെ അകത്ത് വന്നിട്ടുള്ള ഈ പറഞ്ഞ പർച്ചേസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു 2 ലാഖിന്റെ റവന്യൂ എന്ന് പറയുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏറ്റവും താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ ഒരു എൻഗേജ്മെന്റ് ക്യാമ്പയിൻസ് ത്രൂ ആണ് ഈ ഒരു ആഡ് അക്കൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് ആഡ് അക്കൗണ്ടിനെ വാം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾസോ ടെസ്റ്റിംഗ് പ്രൊഡക്റ്റ് 1 എന്നുള്ളത് ആക്ച്വലി ഒരു ഈ പറഞ്ഞ 3 പ്രൊഡക്റ്റുകളും അല്ല, മറ്റൊരു പ്രൊഡക്റ്റ് ഞാൻ ടെസ്റ്റ് ചെയ്തായിരുന്നു. അതിന്റെ ട്രാക്കിംഗ് വെബ്സൈറ്റ് ഇനീഷ്യൽ ചെക്കൗട്ട് ആയിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇത് എങ്ങനെ വർക്ക് ചെയ്യും എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി എടുത്തു വെച്ചൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. വെബ് പേജ് ഓൾസോ, അതിന്റെ പ്രൊഡക്റ്റ് പേജ് ഓൾസോ അത്രയും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള അത്രയും കൺവേർഷൻസ് സാധ്യതയുള്ള ഒരു സംഭവം ആയിരുന്നില്ല. സോ ആ ഒരു പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡോഗ്സിന്റെ ഒക്കെ പെറ്റ്സിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. നമ്മുടെ അവരുടെ രോമവും കാര്യങ്ങളൊക്കെ കളയാൻ പറ്റുന്ന രീതിയിലുള്ള. സോ ബാക്കിയുള്ള പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. പ്രൊഡക്റ്റ് 2 എന്ന് പറയുന്നതാണ് നമ്മുടെ ആക്ച്വലി പ്രൊഡക്റ്റ് 1, അതായത് നമ്മുടെ ആ ഒരു കിച്ചൺ ടൂള്. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വെബ്സൈറ്റ് പർച്ചേസ് 24 വന്നിട്ടുണ്ട്. റീച്ചും കാര്യങ്ങളും കാണാൻ പറ്റും, ഫ്രീക്വൻസി നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റിൽ ബെസ്റ്റ് ആണ്. പെർ പർച്ചേസ് അതായത് കോസ്റ്റ് പെർ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. 159 രൂപയാണ് അതിന്റെ കോസ്റ്റ് പെർ റിസൾട്ട് ആയിട്ട് വന്നിട്ടുള്ളത്.
നമുക്കൊരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ ബൈ ചെയ്യാനായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത ആഡ് എമൗണ്ട് ആണ് ഈ പറഞ്ഞ 159 രൂപ. ഡെയിലി ബഡ്ജറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, 700 രൂപയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എമൗണ്ട് ടോട്ടൽ സ്പെൻഡ് ചെയ്തത് ഓൾമോസ്റ്റ് ഒരു 3850 റേഞ്ചിലായിരുന്നു. സോ ഫസ്റ്റ് ക്യാമ്പയിൻ്റെ ഒരു റിസൾട്ട് അതായിരുന്നു. ആൻഡ് താഴോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അതേ പ്രൊഡക്റ്റ് അഗെയിൻ ഡിഫറൻസ് ഈ പറഞ്ഞ ഒരു നിങ്ങൾക്ക് ഇവിടെ ക്യാമ്പയിൻ ഓപ്പൺ ആക്കാനുണ്ട് കാണാൻ പറ്റും. ഡിഫറൻസ് ആഡ് സെറ്റിൽ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ABO ആണ്. ഇവിടെ കുക്കിംഗ് ബിഹേവിയർ, അതുപോലെ തന്നെ കിച്ചൺ, കുക്കിംഗ് ബിഹേവിയർ തന്നെ വുമൻസിനെ മാത്രം, മെൻസിനെ മാത്രം, അങ്ങനെ ഓരോന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും നിങ്ങൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ബഡ്ജറ്റ് കാര്യങ്ങൾ, ഡെയിലി ബഡ്ജറ്റ് എല്ലാത്തിൻ്റെയും ഓൾമോസ്റ്റ് ഒരു 300 റേഞ്ച് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ആഡ് സെറ്റിൻ്റെ ബഡ്ജറ്റ് വെച്ചേക്കുന്നത് 300 രൂപയാണ് പെർ ഡേ. അതിൻ്റെ റീച്ചും കാര്യങ്ങളും കാണാൻ പറ്റും. വെബ്സൈറ്റ് പർച്ചേസ് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ടോട്ടൽ എത്ര വന്നിട്ടുണ്ട് എന്നുള്ളത്, ഓരോന്നിനും കുക്കിങ്ങിന് എത്ര വന്നു, കിച്ചണിന് എത്ര വന്നു, അതുപോലെ തന്നെ ഓരോ ബിഹേവിയർ ടെസ്റ്റിൽ എത്ര എണ്ണം വന്നു എന്നൊക്കെ ഉള്ളത്. ടോട്ടൽ എമൗണ്ട് ഇവിടെ സ്പെൻഡ് ആയേക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 700 രൂപയ്ക്ക് സ്പെൻഡ് ആവുന്ന സമയത്ത് 6 പർച്ചേസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് പെർ പർച്ചേസിന്റെ കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 130-130ക്കുള്ളിലുള്ള എമൗണ്ട് ആണ്. 85 രൂപക്ക് 5 വെബ്സൈറ്റ് പർച്ചേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ബെസ്റ്റ് പെർഫോമിംഗ് പ്രൊഡക്റ്റ് ആയിരുന്നു. അതായത് ഏറ്റവും നമുക്ക് കോസ്റ്റ് പെർ പർച്ചേസ് ഏറ്റവും കുറഞ്ഞിട്ട് നമുക്ക് പർച്ചേസ് പോയിക്കൊണ്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഈ ഒരു കുക്കിങ്ങിന്റെ പ്രൊഡക്റ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അഗെയിൻ നെക്സ്റ്റ് ക്യാമ്പയിനിലോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതേ പ്രൊഡക്റ്റിന്റെ മറ്റൊരു ക്യാമ്പയിൻ, മറ്റൊരു ആഡ് സെറ്റ് ഞാൻ ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏജ് ബേസിസിൽ. അവിടെ വന്നിട്ടുള്ള പെർ പർച്ചേസ് വെറും 78 രൂപയാണ്. 3 പർച്ചേസ് മാത്രമേ വന്നിട്ടുള്ളൂ. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡെയിലി ബഡ്ജറ്റ് വെച്ച എമൗണ്ട് പോലും തീരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു 235 രൂപ മാത്രമാണ് ഞാൻ സ്പെൻഡ് ചെയ്തത്. അപ്പോഴേക്കും ഞാൻ ക്യാമ്പയിൻ ഓഫ് ചെയ്തു. കാര്യം ആ ഒരു പ്രൊഡക്റ്റ് എനിക്ക് റിസീവ് ചെയ്തപ്പോൾ അത് ഒരു വർത്തിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് ഇട്ടേക്കുന്നത്. കാര്യം 300 സംതിങ് മാത്രമാണ് നമ്മൾ മാർജിൻ ആഡ് ചെയ്തത്. ആ ഒരു മാർജിനിൽ നമ്മളിത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ആവുകയാണെന്നുണ്ടെങ്കിലും പ്രൊഡക്റ്റ് റിട്ടേൺസ് കാര്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. സോ ഓവറോൾ ഈ പറഞ്ഞ ആഡ്സിന്റെ കോസ്റ്റ് അടക്കം കഴിച്ച് നമ്മൾ ഒരു ലോസ് സ്റ്റേജിലോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ കേസിൽ. സോ ഞാൻ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സ്കെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രൊഡക്റ്റ് ക്വാളിറ്റി എക്സ്പെക്റ്റേഷന് നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് മനസ്സിലായപ്പോഴും ഞാൻ ഒരു പ്രൊഡക്റ്റ് അവോയ്ഡ് ചെയ്തു സ്കെയിൽ ചെയ്യുന്നത്. സോ പ്രൊഡക്റ്റ് 3 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്ലോ നോട്ട് എന്ന് പറഞ്ഞ ആ ഒരു റൈറ്റിംഗ് ബോർഡായിരുന്നു. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് CBO അതുപോലെ തന്നെ ABO രണ്ടും ഒരേ സമയത്ത് സ്കെയിൽ ചെയ്തതായിരുന്നു. അതിൽ പെർഫോം ചെയ്യാത്ത 2 ക്യാമ്പയിൻസ് അപ്പോഴന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു ക്യാമ്പയിൻ ഗ്ലോനോട്ട് CBO ഈ ഒരു ക്യാമ്പയിൻ ഡെയിലി ബഡ്ജറ്റ് 1700 രൂപക്ക് വെച്ചതിൽ 40 വെബ്സൈറ്റ് പർച്ചേസ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പെർ പർച്ചേസ് ഓൾമോസ്റ്റ് ഒരു 180 റേഞ്ചിലാണ്. 180ക്ക് അകത്തുള്ള കോസ്റ്റാണ് പെർ പർച്ചേസിന് വന്നേക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് സെല്ലായി പോകാനുള്ള ഒരു ആഡ്സിന്റെ ഒരു റവന്യൂ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്, ആഡ്സിന്റെ സ്പെൻഡിങ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. സോ ആ ഒരു പ്രൊഡക്റ്റിന്റെ മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700 സംതിങ് ആയിരുന്നു. അതിൽ നിന്നൊരു 200 മൈനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും 500 ഈസി മാർജിൻ ആയിരുന്നു. സോ 40 സെയിൽ ഇൻറ്റു 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 20,000 റേഞ്ചിലുള്ള പ്രോഫിറ്റ് ആ ഒരു പ്രൊഡക്റ്റ് തന്നിട്ടുള്ളതായിരുന്നു. സോ ടോട്ടൽ എമൗണ്ട് സ്പെൻഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു പ്രൊഡക്റ്റ് ഓൾസോ ഞാൻ ഒരു 4 ദിവസത്തെ റേഞ്ചിൽ മാത്രമാണ് ആഡ്സും കാര്യങ്ങളും റൺ ചെയ്തത്. അതിനുശേഷം ആ ഒരു പ്രൊഡക്റ്റ് റിസീവായി. ആ ഒരു പ്രൊഡക്റ്റും സെയിം സിറ്റുവേഷൻ ആയിരുന്നു. നമ്മുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻ, നമ്മൾ വ്യൂവേഴ്സിന് കൊടുക്കുന്ന ആഡ്സ് ത്രൂ കൊടുക്കുന്ന എക്സ്പെക്റ്റേഷൻ വളരെ വലുതും പ്രൊഡക്റ്റിന്റെ ഔട്ട്പുട്ട് യൂസ് കേസ് വളരെ ചെറുതുമാണ്. സോ പേഴ്സണലി ഒരു ഓക്കെ ഫീൽ എനിക്ക് വന്നില്ല ആ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂസ്ലി സ്കെയിൽ ചെയ്യാനായിട്ട്. കാര്യം ഇൻ ദ എൻഡ് നമുക്ക് റിട്ടേൺസും കാര്യങ്ങളും കംപ്ലൈൻസും ഒരുപാട് വരും അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ. സോ അതിനുശേഷം ഈ ഒരു പ്രൊഡക്റ്റ് CBO മസാജർ ബാക്കിയുള്ള ക്യാമ്പയിൻസിലൊന്നും വെബ്സൈറ്റ് പർച്ചേസും കാര്യങ്ങളും കാണാത്തത് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പുഷ് ചെയ്തില്ല, ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാനിട്ടാണ്. ബട്ട് ആ ഒരു സംഭവത്തിൽ പുഷോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല, സ്കെയിൽ ചെയ്യാനായിട്ട് നോക്കിയില്ല.
ഈ ഒരൊറ്റ CBO മാത്രമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, വെബ്സൈറ്റ് പർച്ചേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ കോസ്റ്റ് പെർ പർച്ചേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 900 ആണ്. ഒരു പ്രൊഡക്റ്റ് വിറ്റ് പോകാൻ എടുക്കുന്ന കോസ്റ്റ് ഓൾമോസ്റ്റ് 900 ആണ്. ഡെയിലി ബഡ്ജറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2100 ആയിരുന്നു. 8519 രൂപ ടോട്ടല് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് പലരും ഈ ഒരു 851 രൂപ വളരെ വലുതായിട്ടുള്ള ഒരു കോസ്റ്റ് പെർ പർച്ചേസ് ആണെന്ന് ചിന്തിക്കും. ബട്ട് എൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ കേസിൽ ഓൾമോസ്റ്റ് ഓക്കെ ആണ്. കാര്യം അതിന്റെ പ്രൊഡക്റ്റിന്റെ ഈ പറഞ്ഞ മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1600 മുകളിലായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു 900 മൈനസ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഈസിലി ഒരു 700 സംതിങ് എനിക്ക് ഈസിലി പ്രോഫിറ്റ് ആയിരുന്നു പെർ പർച്ചേസിന് മുകളിൽ. അതായത് എൻ്റെ പ്രീവിയസ് 2 പ്രൊഡക്റ്റുകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളൊക്കെ ഹ്യൂജ് റിട്ടേൺ ആയിരുന്നു ഒരൊറ്റ പർച്ചേസ് ആ ഒരു നമ്മുടെ മസാജർ ഫേസ് ടൂള് നമുക്ക് തന്നുകൊണ്ടുണ്ടായിരുന്നത്. അതൊരു 10 പർച്ചേസ് മാത്രമാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ക്യാമ്പയിൻ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആഡ് അതിൽ നിന്നും ബാൻ ആവാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ നിലവിൽ മറ്റ് ആഡ്സ് എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ ആ ഒരു ആഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഈ പറഞ്ഞ ഏജിങ് സ്കിന്ന് ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തി സിമ്പിളായിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ ആയിരുന്നു. സോ അത് മെറ്റ ബാൻ ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ആ ഒരു വിന്നിങ് ആയിട്ടുള്ള എൻ്റെ ആഡ് സെറ്റ് രണ്ടാമത് അപ്രൂവ് ആവാത്തൊരു സിറ്റുവേഷൻ വന്നു. സോ ഞാൻ വെയിറ്റ് ചെയ്യാണ് നല്ലൊരു വീഡിയോസ് കാര്യങ്ങൾ, നല്ലൊരു UGC ടൈപ്പ് വീഡിയോസ് കാര്യങ്ങൾ മേക്ക് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റിനെ ഒന്നുകൂടെ സ്കെയിൽ ചെയ്യും. പൊട്ടൻഷ്യൽ ഉള്ള പ്രൊഡക്റ്റ് ആണ്. ഓൾസോ പർച്ചേസസ് കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു, റിട്ടേൺസ് കാര്യങ്ങൾ കുറവായിരുന്നു, കംപ്ലൈൻസ് കാര്യങ്ങൾ കുറവായിരുന്നു. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ആഡ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതായത് ഓരോ പ്രൊഡക്റ്റിൻ്റെയും ആഡ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ ആഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി കിച്ചണിൽ കഷ്ടപ്പെടുന്ന അമ്മമാർക്കും പെങ്ങന്മാർക്കും വൈഫ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു പവർഫുൾ ഐറ്റം. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ പകുതി പണി കുറയും. ഏത് വെജിറ്റബിൾസ് ആവട്ടെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വെറും സെക്കൻഡുകൾ കൊണ്ട് ഇതുപോലെ അരിഞ്ഞ് റെഡിയാക്കി തരും. ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനായി ഓർഡറിന് വന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഇതാണ് ആദ്യത്തെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ, കിച്ചൺ ടൂളിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ആഡ്. വോയിസ് ഓവർ പേഴ്സണലി ഞാൻ കൊടുത്തതാണ്. മൂന്ന് ആഡ് ക്രിയേറ്റീവ് ഉണ്ടായിരുന്നു. സോ മൂന്നും വെച്ച് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അടുത്തത് നമ്മുടെ ആ ഒരു റൈറ്റിംഗ് ബോർഡിൻ്റെ ആഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മാജിക്കൽ ബോർഡാണ്. എഴുതുന്നതെല്ലാം ഇതുപോലെ ഗ്ലോ ചെയ്ത് കാണും. നമ്മുടെ കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറക്കാനും അവരുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനും ഇത് നമ്മളെ സഹായിക്കും. ഒരൊറ്റ തവണ വാങ്ങുന്നതിലൂടെ ലൈഫ് ടൈം നമുക്ക് റീയൂസബിൾ ചെയ്യാൻ പറ്റും. വളരെ യൂണീക്ക് ആയിട്ടുള്ള ഗിഫ്റ്റ് ഓപ്ഷനായും ഈ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി ഈ ഒരു പ്രൊഡക്റ്റ് വളരെ യൂണീക്ക് നോട്ട് പാഡായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റ് ബൈ ചെയ്യാനായി ഓർഡറിന് വന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റിൻ്റെ ആഡ്. ഇനി മൂന്നാമത്തെ പ്രൊഡക്റ്റ് ഈ പറഞ്ഞ CBOയുടെ പ്രൊഡക്റ്റിന്റെ ആഡിലോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആഡ്സ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പലതും ഒരൊറ്റ ആഡ് മാത്രമാണ് ഐ തിങ്ക് ഞാൻ വോയിസ് ഓവർ കൊടുത്തേക്കുന്നത്. മോസ്റ്റ്ലി ഈ ഒരു ആഡാണെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിലുള്ള പലർക്കും അറിയാൻ സാധ്യത കുറവാണ്. ഈ ഒരു വീഡിയോയിൽ വിദേശത്തുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറീസ് പറയുന്നത് കാണാം. ഉപയോഗിച്ച എല്ലാവർക്കും റിസൾട്ട് എന്നുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത. ഫേസിലെ ഫാറ്റ് കുറക്കാനും പിമ്പിൾസ്, ഏജിങ് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ കുറക്കാൻ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. വളരെ അഫോർഡബിൾ ആണ് എന്നുള്ളതും ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകതയാണ്. പ്രൊഡക്റ്റ് ബൈ ചെയ്യാനായി ഓർഡറിന് വന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതായിരുന്നു അതിന്റെ ആഡ്. ബാക്കിയെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഈ പറഞ്ഞ ഫേസ്ബുക്ക് ആഡ്സും കാര്യങ്ങളൊക്കെ. സോ ഓവറോള് ആഡ്സും ആഡ് അക്കൗണ്ടിന്റെ ഈ പറഞ്ഞ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇനി നമുക്ക് നമ്മുടെ റിയൽ പ്രോഫിറ്റ് എന്താണ്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലോസ് വരാനുള്ള റീസൺസും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓൾസോ ഈ ഒരു ആഡ് അക്കൗണ്ടിൽ ടോട്ടൽ എത്ര സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 43,000 ഞാൻ ഓൾറെഡി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ മൊബൈൽ വ്യൂവിൽ ആ ഒരു ടോട്ടൽ സ്പെൻഡിങ് എമൗണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കാം. നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു ക്ലാരിഫിക്കേഷൻ ലഭിക്കും. സോ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം നമുക്ക് റിയൽ ടൈം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, അതല്ലാണ്ടെങ്കിൽ ലോസ് വരാനുള്ള റീസൺസ് കാര്യങ്ങൾ എന്താണ്, ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് വന്നിട്ടുള്ളത്, സ്റ്റിൽ പൊട്ടൻഷ്യൽ ഉള്ള പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ നമ്മൾ പ്രോഫിറ്റ് റിയാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഷോപ്പിഫൈയിലുള്ള ആ ഒരു സ്റ്റോർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നെയിമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ പറ്റും. സ്റ്റോറിൻ്റെ വോക്കാട്ട് ഓൾസോ ടോട്ടൽ സെയിൽസ് റവന്യൂ 2 lakhന്റെ റവന്യൂസ് കാര്യങ്ങളുണ്ട്, സെഷൻസ് കാര്യങ്ങൾ.
അതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു ഏരിയ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് ജൂലൈ 23 മുതലാണ് ഓർഡേഴ്സ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓഗസ്റ്റ് ഒരു 9 ആകുമ്പോൾ ആ ഒരു ഓർഡേഴ്സും കാര്യങ്ങളും ഞാൻ നിർത്തിയായിരുന്നു. അതായത് ഒരു 15 to 20 ഡേയ്സിനുള്ളിലാണ് ഈ ഒരു 2 lakhന്റെ റവന്യൂ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓൾസോ നമ്മൾ ഡേ ബേസിസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ പറഞ്ഞ ഒരു ഓർഡേഴ്സ് കാര്യങ്ങൾ 23 റേഞ്ചിലാണ് റിസീവ് ചെയ്ത് തുടങ്ങിയത്. ഗേറ്റ് വേയുടെ ആവശ്യത്തിന് വേണ്ടി പേഴ്സണലി 1-2 ഓർഡേഴ്സ് ചെക്ക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് 24 14 ഓർഡേഴ്സ്, ഓൾസോ 25 8 ഓർഡേഴ്സ്, 26 3 ഓർഡേഴ്സ്, 27 12 ഓർഡേഴ്സ്, 28 10 ഓർഡേഴ്സ്, 29 22 ഓർഡേഴ്സ്. അങ്ങനെ ഓരോ ദിവസം ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലാസ്റ്റ് ഓർഡേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് 9 ഓഗസ്റ്റ് 9. സോ ഇത്രയും ചെറിയൊരു ഷോർട്ട് ടൈം പീരീഡിലാണ് ഈ ഒരു സെയിൽസും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തത്. ഇനി റൊപ്പോസോ ക്ലൗഡ് പേയ്മെന്റ് ട്രാക്കറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും നിലവിലൊരു 33,000 മുകളിലുള്ള എമൗണ്ട് സെറ്റിൽഡ് ആയിട്ടുണ്ട്. പേയ്മെന്റ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഓൾസോ ഒരു 6,000 അടുത്തുള്ള എമൗണ്ട് എന്തായുണ്ട് നിലവിൽ പെൻഡിങ് ഉണ്ട്. ഈ ഒരു എമൗണ്ട് നിലവിൽ ഇനി റിസീവ് ആവാനുണ്ട്. ടോട്ടൽ നമ്മൾ പ്ലസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 39,500 റേഞ്ച്, 39,556 റേഞ്ചിലുള്ള പേയ്മെന്റ് എനിക്ക് റിസീവ് ആയിട്ടുണ്ട്. പ്രീവിയസ്ലി എൻ്റെ ആഡ് സ്പെൻഡ് നിങ്ങൾ കണ്ടതാണ്, ഓൾമോസ്റ്റ് 43,000 ആയിരുന്നു. And there was one question that is very important. Why I failed? ഫസ്റ്റ് ഓഫ് ഓൾ ആഡ്സ് റൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രോപ്പർ ക്വാളിറ്റി ചെക്ക് പ്രൊഡക്റ്റുകൾക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മെയിൻ റീസൺ. കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി ചെക്ക് നമ്മൾ സെൽഫായിട്ട് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ആ ഒരു പ്രൊഡക്റ്റിന് മുകളിൽ നമ്മൾ ആഡ് സ്പെൻഡ് ചെയ്യുക, എമൗണ്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു പാഠമാണ്. കാര്യം ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 3 പ്രൊഡക്റ്റുകൾ ബാക്ക് ടു ബാക്ക് സ്കെയിൽ ചെയ്യാൻ ശ്രമിച്ചു. ആ ഒരു പ്രൊഡക്റ്റുകളുടെ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത അഡ്വർടൈസ്മെന്റും അതിന്റെ എക്സ്പെക്ടേഷൻ ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. സോ അതൊരു കാരണമാണ്. അതുപോലെ തന്നെ ഓവർ എക്സൈറ്റ്മെന്റ് മറ്റൊരു കാരണമാണ്. കാര്യം നമ്മൾ റവന്യൂ നമുക്ക് ഡേ ബൈ ഡേ ഇത്രയും കൂടി വരുന്നതിനനുസരിച്ച് നമ്മൾ പ്രോഫിറ്റ് എന്നുള്ള ആ ഒരു ഡിജിറ്റിലോട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല. കാര്യം നമുക്കിവിടെ റിട്ടേൺസ് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ആ ഒരു സമയത്ത് ഉണ്ടാവില്ല. ഇത്രത്തോളം റിട്ടേൺസ് കാര്യങ്ങൾ വരുന്നുള്ളത് നിങ്ങൾ കണ്ടതാണ്. ഓൾമോസ്റ്റ് ഒരു 50% ഓർഡേഴ്സ് നമുക്ക് റിട്ടേൺസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, RTO വന്നിട്ടുണ്ട്. സോ ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ പലരും ചെയ്യില്ല റവന്യൂയുടെ മുകളിൽ. സോ ഇൻ റിയാലിറ്റി നമുക്ക് ആ ഒരു ഓർഡേഴ്സ് ഒക്കെ ഡെലിവർ ചെയ്ത് ഒരു ടൈം ഗ്യാപ്പ് കിട്ടുമ്പോൾ മാത്രമാണ് അതിന്റെ റിയൽ പ്രോഫിറ്റ് നമ്മൾ കണ്ടു തുടങ്ങുന്നത്. സോ അത് മറ്റൊരു റീസൺ ആണ്. ഓൾസോ വേറൊരു റീസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൈൻഡ്ലി റൊപ്പോസോ ക്ലൗഡിലുള്ള സെല്ലേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. കാര്യം അവര് പ്രൊഡക്റ്റ് ഈ പറഞ്ഞ സെല് ചെയ്യുമ്പോൾ അവര് അയക്കുമ്പോഴൊക്കെ വെരി ബാഡ് ആയിട്ടുള്ള ഒരു പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെയാണ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. കാര്യം 2 പ്രൊഡക്റ്റ് ഞാൻ പേഴ്സണലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 സെല്ലേഴ്സിൽ നിന്നായിരുന്നു ആ 2 പ്രൊഡക്റ്റുകൾ ഞാൻ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 2 പ്രൊഡക്റ്റിന്റെയും പാക്കേജിങ് വളരെ വളരെ ഡിസ്ട്രാക്റ്റിംഗ് ലെവലിലായിരുന്നു, വളരെ മോശമായിരുന്നു. കാര്യം ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ക്വാളിറ്റി നമുക്ക് എന്താണ് ടോട്ടലി മൈൻഡിലൊരു നെഗറ്റീവ് കൊണ്ടുവരും. അത്രയും വെരി ബാഡ് ആയിട്ടുള്ള പാക്കേജിംഗ് ആണ് റൊപ്പോസോ ക്ലൗഡ് സെല്ലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതും ഒരു റീസൺ ആണ്. ആൻഡ് ഇഫ് യു ആസ്ക് മീ, ഹേ അഫ്നു, ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റിൽ വർക്ക്സ്, ദെൻ ലുക്ക് അറ്റ് ദിസ്. പഠിച്ച പാഠങ്ങളും സംഭവിച്ച തെറ്റുകളും പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് മറ്റൊരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു സ്റ്റോർ നിങ്ങൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു സ്റ്റോർ ഓൾസോ 1,15,000 മുകളിൽ ടോട്ടൽ റവന്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ വെറും 7 ഡേയ്സിന്റെ അകത്താണ് ഈ ഒരു എൻറ്റയർ പ്രോസസ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓഗസ്റ്റ് 7 ഫസ്റ്റ് ഓർഡർ വന്നിട്ടുള്ളത്. ഓഗസ്റ്റ് 7 5 ഓർഡേഴ്സ് ആയിരുന്നു. അതിനുശേഷം ഓഗസ്റ്റ് 8, ഓഗസ്റ്റ് 9, 10, 11, 12, 13, 14, 50. ഓഗസ്റ്റ് 15 ഈ പറഞ്ഞ ലാസ്റ്റ് ഓർഡേഴ്സ് ഞാൻ ഈ ഒരു സ്റ്റോറിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസം കൊണ്ട് ഓൾറെഡി ഒരു 1,15,000 ടോട്ടൽ സെയിൽസ് ഞാൻ ക്രോസ് ചെയ്തു. ഓർഡർ പേയ്മെന്റ് ട്രാക്കറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾറെഡി ഒരു 38,000 പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അക്കൗണ്ടിന്റെ ടോട്ടൽ ആഡ് സ്പെൻഡ് വെറും 15,000 മാത്രമാണ്. സോ ഇനിയും കുറച്ച് ഓർഡേഴ്സ് ഇതിൽ എന്താവാനുണ്ട്, ഡെലിവേർഡ് ആവാനുണ്ട്. സോ ഓൾമോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25K നെറ്റ് പ്രോഫിറ്റ് ഈ ഒരു സ്റ്റോർ വഴി 7 ഡേയ്സിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു.
സോ ഡ്രോപ്പ് ഷിപ്പിംഗ് വർക്കാണോ എന്നുള്ളതിന്റെ ഒരു പ്രോപ്പർ ആൻസർ ഈ ഒരു 2 മിനിറ്റിന്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടി കാണും. സോ ഒരു പ്രോഫിറ്റബിൾ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കോമൺ മിസ്റ്റേക്സുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഡ്രോപ്പ് ഷിപ്പിംഗ് വഴി ഉണ്ടാക്കാൻ പറ്റും. സോ ആ ഒരു കോമൺ മിസ്റ്റേക്ക് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൺവേർഷൻസ് കൂട്ടിത്തരും എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഒരു വീഡിയോ ഡെഡിക്കേറ്റഡ്ലി അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് തുടങ്ങാൻ നിൽക്കുന്ന ആളാണ്, നിങ്ങൾക്ക് ലാക്ക് ഓഫ് മോട്ടിവേഷൻ അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ജേർണി, ഞാൻ എങ്ങനെ ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗിലോട്ട് വന്നു, ഇതിന്റെ ഇനീഷ്യൽ ക്യാപിറ്റൽ ഞാൻ എങ്ങനെ റൈസ് ചെയ്തു കണ്ടെത്തി, അങ്ങനെയൊക്കെ ഉള്ളതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. സോ ഇറ്റ്സ് മീ അഫ്നാസ് സൈനിങ് ഓഫ്.